സൂസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് ഉലർത്തിയതാണ്. കൂടെ ഖത്തറിലെ ബലദിന ഫാമിൻ്റെ ചെറിയൊരു ഭാഗം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം റെസിപ്പി നോക്കാം. ആദ്യമായിട്ട് ബീഫ് പ്രഷർ കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തത്. അത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 100 ഗ്രാം ചെറിയ ഉള്ളി, 1 കൂട് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പറ്റുമെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ഇനി ഒരു 5 വിസിൽ വരുന്നവരെ പ്രഷർ കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ കേട്ടോ. ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ പീസ് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, 3 വെളുത്തുള്ളി, 5 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്ത് കോരിയെടുക്കാം. അതേ എണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സവാള നൈസായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ടതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി എല്ലാം കൂടിയിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് വെള്ളം കൂടാതെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ മിക്സർ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ബീഫിലുണ്ടായിരുന്ന വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ബീഫ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കാം. ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തത് ഖത്തറിലെ ബലദിന ഫാമിൻ്റെ ചെറിയൊരു ഭാഗം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഈ ഫാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2017 ഖത്തറിൽ നിരോധനം വന്ന സമയത്ത് പാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. ഒരാഴ്ചത്തെ പ്രശ്നം ഉണ്ടായുള്ളൂ. അപ്പോഴേക്കും ഇറാൻ, തുർക്കി, യൂറോപ്പിൽ നിന്നൊക്കെ പാലെത്തി തുടങ്ങി. ആ സമയത്ത് അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നൊക്കെ ഫ്ലൈറ്റിൽ പശുക്കളെ കൊണ്ടുവന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ഫാമാണ് ഈ ബലദിന ഫാം. അവരുടെ വരവ് ഖത്തറിൽ ഭയങ്കര ആഘോഷമായിരുന്നു കേട്ടോ. ഖത്തറിലെ ഓരോ മനുഷ്യരും അഭിമാനം കൊണ്ട നിമിഷങ്ങളായിരുന്നു അതൊക്കെ. ഫാമിൻ്റെ ചരിത്രം പറയുന്ന ചെറിയൊരു മ്യൂസിയവും ഒരു മിനി തിയേറ്ററും ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. VIP ഫാം വിസിറ്റ് ചെയ്തപ്പെടുത്ത ഫോട്ടോകളാണ് ഈ കാണുന്നത്. പാല് ജനങ്ങളിലേക്ക് എത്തുന്നത് വരെയുള്ള പ്രോസസ്സിൻ്റെ സ്റ്റെപ്പുകളാണിതൊക്കെ. ഞങ്ങൾ വന്ന സമയത്ത് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 മണിക്കാണ് ഇനി കറവ തുടങ്ങുക എന്ന് പറഞ്ഞു. ഈ കറക്കുന്ന ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഫാമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഖത്തറിലേക്ക് ആവശ്യമായ 85% പാലും ഉൽപ്പന്നങ്ങളും ഈ ഫാമിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് ഒരു റൗണ്ടിൽ 100 പശുക്കളാണ് ഒരുമിച്ച് കറക്കുന്നത്. 14,000-ഓളം പശുക്കൾ ഇപ്പോൾ ഈ ഫാമിലുണ്ട്. ഖത്തറിൽ വരുന്നവരൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നൊരു സ്ഥലം കൂടിയാണിത്. രാത്രി 10 മണി വരെ വിസിറ്റേഴ്സ് അലൗഡാണ്. കറവ കഴിയുന്ന രംഗാണ് ഈ കാണുന്നത്. അവർ സന്തോഷത്തോടു കൂടി വരുന്നതും കറവ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതും കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ മാത്രമുള്ളൊരു സൂപ്പർ മാർക്കറ്റും ഈ ഫാമിൽ തന്നെയുണ്ട്. അപ്പോൾ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.